2025 പുറത്തുവന്ന ദൃശ്യം മോഡൽ കൊലപാതകം. തൊടുപുഴയിലെ ബിജു ജോസഫ് കൊലക്കേസ്. ബിസിനസ് പങ്കാളിയുടെ ചതിക്കൊടുവിൽ ക്രൂരമർദ്ദനത്തിനിരയാക്കപ്പെട്ട കൊല്ലപ്പെട്ടെന്ന പോലീസ് കേസ്. തൊടുപുഴയിൽ കൊല്ലപ്പെട്ട ബിജുവും ഈ കേസിലെ ഒന്നാം പ്രതിയായ ജോമോനും തമ്മിൽ സുഹൃത്തുക്കളും ബിസിനസ് പങ്കാളികളുമായിരുന്നു. ബിസിനസ്സിനെ ചൊല്ലിയാണ് ഇരുവരും തമ്മിൽ തർക്കങ്ങളുണ്ടാകുന്നത്. തുടർന്ന് ബിസിനസ് പങ്കാളിത്തം അവസാനിപ്പിച്ചു. അപ്പോഴും ബിസിനസ്സിലെ സ്വത്ത് പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടർന്നു. താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് ജോമോൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ വാഹനങ്ങളും ഉപകരണങ്ങളും പങ്കുവെക്കുന്നത് സംബന്ധിച്ച് ബിജുവും ജോമോനും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഈ കരാർ പാലിക്കാൻ ബിജു തയ്യാറായില്ലെന്നാണ് ജോമോൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബം ഇത് പൂർണ്ണമായും തള്ളുകയാണ്. പ്രശ്നങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഷെയർ പിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ. ചില ഒടുക്കത്തിൽ തന്നെയായിരുന്നു അവരെ. വേറെ കൂടുതലായിട്ടൊന്നും ബീച്ചാറിങ്ങനെ അവനൊന്നും കൊടുക്കാനുള്ളതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ജോമോന് പണം കൊടുക്കാനില്ല ഞങ്ങൾ. ബീച്ചാറിന് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ കുറേ സാധനം ബീച്ചാറിന് വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടതാണ്. ഏതു വിധേനയും ബിജുവിൽ നിന്ന് പണം തട്ടാൻ ജോമോൻ ആസൂത്രണം ആരംഭിച്ചു. ആദ്യം കൊച്ചിയിലെ കൊട്ടേഷൻ സംഘ തലവനെയാണ് ജോമോൻ സമീപിച്ചത്. വീട്ടിൽ കയറി ആക്രമണം നടത്താമെന്നായിരുന്നു ഇയാളുടെ വാഗ്ദാനം. എന്നാൽ ജോമോന് ഇതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് കണ്ണൂർ സ്വദേശി ജോമിനുമായി ജോമോൻ അടുക്കുന്നത്. ബിജുവിന്റെ കണ്ണൂരിലെ കാറ്ററിംഗ് സ്ഥാപനത്തിലെ മാനേജറായിരുന്നു ജോമിൻ കുര്യൻ. ജോമിനും ബിജുവും തമ്മിൽ സാമ്പത്തിക തർക്കങ്ങളും ഉണ്ടായിരുന്നു. ജോലി ചെയ്ത വകയിൽ 10 മാസത്തെ ശമ്പളം തനിക്ക് ബിജു നൽകാനുണ്ടായിരുന്നുവെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ജോമിൻ വഴിയാണ് ജോമോൻ കേസിലെ 2ഉം 3ഉം പ്രതികളായ ആഷിഖ് ജോൺസൺ, മുഹമ്മദ് അസ്ലം എന്നിവരുമായി ബന്ധപ്പെടുന്നത്. 6 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ ഉറപ്പിച്ചു. 25 ലക്ഷം രൂപയെങ്കിലും ബിജുവിൽ നിന്ന് തട്ടിയെടുക്കുകയായിരുന്നു ലക്ഷ്യം. 12,500 രൂപ ജോമോൻ അഡ്വാൻസായി നൽകി. മാർച്ച് 15-നാണ് നാൽവർ സംഘം ബിജുവിനെ ലക്ഷ്യമിട്ട് തൊടുപുഴയിലെത്തുന്നത്. 3 ദിവസം ബിജുവിന്റെ ഓരോ നീക്കങ്ങളും സംഘം വിലയിരുത്തി. 19-ാം തീയതി രാത്രി 11 മണിക്ക് ശേഷം തട്ടിക്കൊണ്ടുപോകാനായിരുന്നു പദ്ധതി. എന്നാൽ പ്രതികളുടെ കണക്കൂട്ടൽ തെറ്റിച്ച് ബിജു നേരത്തെ വീട്ടിൽ മടങ്ങിയെത്തി. പിറ്റേ ദിവസം പുലർച്ചെ 4 മണിക്ക് അലാറം വെച്ചുണർന്ന സംഘം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ ബിജുവിനെ പിന്തുടർന്നു. ഈ വഴിയിലൂടെയാണ് ബിജുവിനെ കൊട്ടേഷൻ സംഘം പിന്തുടരുന്നത്. കോലാനിക്ക് സമീപത്ത് വെച്ച് ജോമോൻ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ബിജുവിനെ തടഞ്ഞു നിർത്തുന്നു. ആഷിഖും അസ്ലമും ചേർന്നാണ് ബിജുവിനെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റുന്നത്. ഈ സമയത്ത് ബിജു ബഹളം വയ്ക്കാനും ചെറുക്കാനും ശ്രമിച്ചു. ഇത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് മർദ്ദനം ആരംഭിച്ചത്. ഈ മർദ്ദനമാണ് ബിജുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ബിജു കൊല്ലപ്പെടുന്നതുവരെ ജോമോനാണ് ഈ കൊട്ടേഷൻ സംഘത്തിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. കാരണം വാഹനം ഓടിച്ചിരുന്ന ജോമോൻ മുഖംമൂടി ധരിച്ചിരുന്നു. കൂടാതെ ശബ്ദം മാറ്റിയാണ് സംസാരിച്ചത്. ബിജുവുമായി സംഘം ആദ്യം പോയത് ജോമോന്റെ വീട്ടിലേക്കാണ്. ഇവിടെ വെച്ച് ബിജുവിന്റെ മരണം സംഘം സ്ഥിരീകരിച്ചു. പിന്നീട് ബിജുവിന്റെ മൃതദേഹം ഒളിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. 8 വർഷത്തോളമായി ഉപയോഗിക്കാതെ കിടന്ന ഗോഡൌണിലേക്ക് മൃതദേഹം എത്തിക്കാൻ സംഘം തീരുമാനിച്ചു. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതിനായി നിർമ്മിച്ച വലിയ കുഴിയുണ്ടായിരുന്നു. മാൻഹോളിലൂടെ മൃതദേഹം കുഴിയിലേക്ക് ഇറക്കി മാലിന്യ കൂമ്പാരത്തിൽ കുഴിച്ചു മൂടി. ബിജുവിനെ കാണാനില്ലെന്ന് കാണിച്ച് ഭാര്യ പരാതി നൽകിയതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്. ജോമോനിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നതായി ഇവർ പോലീസിനോട് പറഞ്ഞിരുന്നു. ബിജുവിന്റെ ഭാര്യയും വിളിച്ച് ജോമോൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒരു തവണ എന്നെ വിളിച്ചായിരുന്നു. ബിജുവിൻ്റെ കൊല്ലൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞങ്ങൾ ബീച്ചാറിനോട് ഞാൻ പറഞ്ഞു. ബീച്ചാറിനപ്പോൾ പറഞ്ഞ് അവനെന്തിനാ എന്നെ കൊല്ലുന്നത്, അവൻ എനിക്കല്ല തരാനുള്ളത് എന്നുള്ള രീതിയിലാണ് ബീച്ചാറിനോട് പറഞ്ഞത്. ഇതിനു മുമ്പ് തന്നെ ഈ കേസിലെ 2ാം പ്രതി ആഷിഖ് പോലീസിന്റെ പിടിയിലായി. കാപ്പ നിയമം ചുമത്തി നാടുകടത്തിയ ആഷിഖ് വീണ്ടും എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. ആഷിഖിനെ പോലീസ് പിടികൂടുന്നത് ജോമോന്റെ ഗോഡൌണിൽ നിന്നുമാണ്. ഈ സംഭവങ്ങൾ കോർത്തിണക്കിയ പോലീസ് ജോമോനെ തേടിയിറങ്ങി. ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നുമാണ് ജോമോനെ പോലീസ് പിടികൂടുന്നത്. കേസിലെ 3ഉം 4ഉം പ്രതികൾ നെട്ടൂരിലെ ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇടുക്കിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിൻസ് രാജു, മാതൃഭൂമി ന്യൂസ്.